കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. സ്വാഭാവിക ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. ആൻജിയോഗ്രാമിന് വിധേയനായ തന്ത്രിക്ക് ഗുരുതരാരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തി. സ്വർണ്ണക്കൊള്ളയിലെ 2 കേസുകളിലും പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് കോടതി സ്വാഭാവിക ജാമ്യമാണ് നൽകിയത്. ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിൽ ജാമ്യം ലഭിച്ചതോടെ സുധീഷ് ജയിൽ മോചിതനാകും. നേരത്തെ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്ന മുരാരി ബാബുവും ശ്രീകുമാരും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതാണ് പ്രതികൾക്ക് അനുകൂല വിധിക്ക് കാരണം. ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും ജയിലിൽ തുടരുന്ന മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പാളി കേസിലും ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. റിമാൻഡ് 90 ദിവസം പൂർത്തിയായെന്ന് കാണിച്ച് സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. ജയിലിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ തന്ത്രി കണ്ഠര രാജീവരെ ആൻജിയോഗ്രാമിന് വിധേയനാക്കി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തന്ത്രിക്കില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി. ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠര രാജീവര് ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചു. റിമാൻഡ് പൂർത്തിയായതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ എൻ വാസുവിനെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിൽ SIT ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചിരുന്നു. മീഡിയ 1 കൊല്ലം.